ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിന്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിന്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ നിയോഗം പ്രാർത്ഥിക്കുന്നത് ഡെയ്സിയുടെ കുടുംബത്തിന് വേണ്ടി, ഗീതമ്മയുടെ കുടുംബത്തിന്റെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി, സജിതയുടെ എല്ലാ ആവശ്യങ്ങളും കുടുംബങ്ങളുടെ നിയോഗത്തിന് വേണ്ടി, ജോസഫിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ജോസഫ് സാറിന്റെ ഹാർട്ടിന്റെ ബ്ലോക്ക് മാറുന്നതിന് വേണ്ടി, ഇത്രയും പേരുടെ നിയോഗങ്ങളാണ്. ചിലരുടെ കാര്യങ്ങളല്ല ഞാൻ ഇനി ഉള്ള വീഡിയോകളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ പേരുകൾ മാത്രമേ ഞാൻ പറയുള്ളൂ. പ്രാർത്ഥനാ നിയോഗം ഞാനും ടീമങ്ങളും പ്രാർത്ഥിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് ഇനി ആരുടെ പേരെടുത്ത് ഇന്ന കാര്യമെന്ന് പറയത്തില്ല. നിങ്ങളുടെ പേര് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇവർക്ക് വേണ്ടിയും ഇതുപോലെ യൂട്യൂബ് കാണുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം 23-ാം തിരുവചനം. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ, അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക്. അപ്പോൾ ചില വ്യക്തികൾക്ക് കുറെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും, പക്ഷെ അത് വചനം പറയാണ് അത് കുറച്ചു കാലത്തേക്ക് മാത്രമാണ്. ഈ നിമിഷങ്ങളിൽ കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെ സമർപ്പിക്കുന്നു. ആമുഖത്തിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന വ്യക്തികളുടെ കുടുംബങ്ങളെല്ലാം നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമേ, ഈ യൂട്യൂബ് വീഡിയോ കാണുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരുടെ മേലും കർത്താവിന്റെ അനുഗ്രഹം പ്രകടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എന്നോട് പ്രാർത്ഥന ചോദിച്ച എല്ലാവരും യേശു നാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി തടസ്സങ്ങൾ നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിസ തടസ്സങ്ങൾ നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സങ്ങൾ നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.